ഡിയർ സ്റ്റുഡൻസ്, എച്ച് സാറാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് സീക്വൻസ് ആണ്. ജോമെട്രിക്കൽ സീക്വൻസ്, ജോമെട്രിക്കൽ പ്രോഗ്രഷൻ അല്ലെങ്കിൽ GP എന്ന് പറയും. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ജോമെട്രിക്കൽ സീക്വൻസ് എന്താണെന്നാണ് പറയാൻ പോണത്. 2, 4, 8, 16, 32 ഇതൊരു നമ്പർ സീക്വൻസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 2 ആണ്. തേർഡ് ടേമിനെ സെക്കൻഡ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്നത് 2 ആണ്. അങ്ങനെ ഏതൊരു ടേമിനെയും തൊട്ടു ബാക്കിലെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരേ നമ്പർ കിട്ടുകയാണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് സീക്വൻസ് ഈസ് കോൾഡ് ജോമെട്രിക്കൽ സീക്വൻസ്. എനി ടേം ഡിവൈഡഡ് ബൈ ദ പ്രീവിയസ് ടേം വി ഗെറ്റ് എ കോമൺ നമ്പർ. ആ കോമൺ നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോമൺ റേഷ്യോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ r. കോമൺ റേഷ്യോ. അപ്പോൾ എങ്ങനെയാണ് സർ കോമൺ റേഷ്യോ കാണുക? സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ തേർഡ് ടേമിനെ സെക്കൻഡ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. തൊട്ടു ബാക്കിലെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സാധനത്തിൻ്റെ പേരാണ് കോമൺ റേഷ്യോ. ഒരു GPയുടെ ഫസ്റ്റ് ടേമിനെ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് A. ഫസ്റ്റ് ടേം A, കോമൺ റേഷ്യോ R. ഇനി if A, B, C are in GP, 3 പേര് തുടർച്ചയായി GPയിലാണെങ്കിൽ ദ ഫസ്റ്റ് കണ്ടീഷൻ B² = AC ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. B², ഇവർ 3 പേര് എടുക്കുകയാണെങ്കിൽ 4ൻ്റെ സ്ക്വയർ 16, 2 8 ഗുണിച്ചാലും 16, B² = AC ആയിരിക്കും. ഓർ സെക്കൻഡ് കണ്ടീഷൻ B/A = C/B ആയിരിക്കും. അതായത് ദിസ് ബൈ ദിസ് ഈക്വൽ ടു ദിസ് ബൈ ദിസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ 2 കണ്ടീഷൻ ഉണ്ട്, കാണാൻ പഠിക്കുന്നു. ഇഫ് A, B, C are in GP, then B² = AC or B/A = C/B. ജോമെട്രിക്കൽ മീൻ ബിറ്റ്വീൻ A and B, 2 നമ്പറിനിടയിലുള്ള ജോമെട്രിക്കൽ മീൻ കാണാനുള്ള ഐഡിയ നോക്കുക. ഇത് ഈ 4 കാണണമെങ്കിൽ ഇത് GP ആയതുകൊണ്ട് ഇത് ഗുണിക്കുക. 2 8 ഗുണിച്ചാൽ 16, 16ൻ്റെ റൂട്ടാണ് 4 എന്ന് കിട്ടുക. അപ്പോൾ എന്താ പഠിക്കുക? ജോമെട്രിക്കൽ മീൻ ബിറ്റ്വീൻ A and B റൂട്ട് AB എന്നാണ് എഴുതുക. റൂട്ട് AB, Aയും Bയും ഗുണിച്ചിട്ട് റൂട്ട് കണ്ടാൽ മതി. അതാണ് ജോമെട്രിക്കൽ മീൻ GM. അപ്പോൾ അരിത്തമെറ്റിക് മീൻ APയിൽ അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഐഡിയയുണ്ട്. അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ A and B ദറ്റ് ഈസ് ഈക്വൽ ടു A + B/2. അതിൻ്റെ കൂടെ പറയാം, അത് മിക്സിംഗ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജോമെട്രിക്കൽ മീൻ GM റൂട്ട് AB, അരിത്തമെറ്റിക് മീൻ A + B/2. ഒരു GPയുടെ ഫസ്റ്റ് ടേം A എന്ന് പറയുന്നു, കോമൺ റേഷ്യോ R എന്ന് പറയുന്നു എങ്കിൽ GP ഫോം ചെയ്യാൻ പറഞ്ഞാൽ കോമൺ റേഷ്യോ ഇങ്ങനെ ഗുണിച്ച് പോയാൽ മതി. AR, AR², AR³ എക്സെട്ര AR⁻n−1. കാരണം ഒന്നാമനിൽ A ആണ്, രണ്ടാമനിൽ AR⁻1 ആണ്, മൂന്നാമനിൽ AR² ആണ്, നാലാമനിൽ AR³ ആണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടേമിൽ AR⁻1 കുറവ് n−1 ആയിരിക്കും. അതിനെ nth ടേം എന്നാണ് വിളിക്കുക. nth ടേം ഓഫ് എ GP ഈസ് T എന്ന് ഡിനോട്ട് ചെയ്യും. AR⁻n−1 അതാണ് nth ടേം കാണുന്ന ഫോർമുല. സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ഓഫ് എ GP, ഒരു GPയുടെ n ടേംസിന് സമ്മ് കാണാൻ 3 ഫോർമുലയുണ്ട്. കോമൺ റേഷ്യോ 1 ആകുമ്പോൾ NA എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേംസ് ആണ്. കോമൺ റേഷ്യോ 1നേക്കാൾ കൂടുതലാകുമ്പോൾ A × R⁻n−1 by R⁻1. കോമൺ റേഷ്യോ 1നേക്കാൾ കുറവാകുമ്പോൾ A × 1 - R⁻n by 1 - R R<1. ഇനി അടുത്തത് സം ടു ഇൻഫിനിറ്റി. ഒരു GPയുടെ ഇൻഫിനിറ്റ് ടേംസിൻ്റെ സമ്മ് കാണുന്ന ഫോർമുലയാണ് S∞ = A/1 - R. A/1 - R. ഒരു കാര്യം കൂടി നമ്മൾ പറയാം. തുടർച്ചയായ 3 കോൺസിക്യൂട്ടീവ് ടേം ഓഫ് എ GP, 3 കോൺസിക്യൂട്ടീവ് ടേം ഓഫ് എ GP ദാറ്റ്സ് ഈക്വൽ ടു നടുക്കിന് A എടുക്കും, ഇവിടെ A/R എന്നെടുക്കും, ഇവിടെ A × R എടുക്കും. അത് GPയുടെ ഒരു ബേസിക് കൺസെപ്റ്റാണ്. മുന്നോട്ട് പോകും തോറും കോമൺ റേഷ്യോ ഇൻറ്റു ബാക്കോട്ട് പോകും തോറും കോമൺ റേഷ്യോ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 3 കോൺസിക്യൂട്ടീവ് ടേം ഓഫ് എ GP A/R, AR ആണ്. അതന്നെ AP ആണെങ്കിൽ A-D, A+D എന്നാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചത്. ഇതാണ് തിയറി. ഇത്രയും ഭാഗം തിയറിയാണ്. ഈ തിയറി സെക്ഷൻ നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. GPയിലെ
തിയറി മൊത്തം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. ഇൻ എ GP the third term is 24. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 6th term is 192. ഫൈൻ 10th term എന്നാണ്. ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഒരു GPയുടെ മൂന്നാമൻ 24 തന്ന ഡാറ്റ ആദ്യം എഴുതി വയ്ക്കുക. അതാണ് കുട്ടി ആദ്യം ചെയ്യേണ്ടത്. തേർഡ് ടേം ഈക്വൽ ടു 24. ഈ തേർഡ് ടേമിനെ നമ്മൾ എങ്ങനെയാണ് പറയുക? തേർഡ് ടേം ദാറ്റ് മീൻസ് തേർഡ് ടേമിനെ AR² എന്നാണ് പറയുക. nth ടേം കാണുന്ന ഫോർമുല AR⁻n-1 ആണ്. അത് എഴുതിയ ഒരു മാർക്കാണ്. അപ്പോൾ ഒന്ന് കുറവാണ് പവറിൽ വരിക. തേർഡ് ആകുമ്പോൾ AR² ആണ് വരിക. ദാറ്റ് ഈക്വൽ ടു 24. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ആൻഡ് 6th ടേം ആണ്. 6th ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു 192 ആണ്. 192. 6th ടേമിന് എന്താ കുട്ടിയെ പറയുക? AR⁵5 എന്നാ പറയുക. ദാറ്റ് ഈക്വൽ ടു 192. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയാം. എന്നിട്ട് AP ആകുമ്പോൾ ശരിക്കും ഇതുപോലെ രണ്ട് ഫോർമുല കിട്ടിയാൽ കുറയ്ക്കുക ചെയ്യുക. GP ആകുമ്പോൾ നേരെ ഡിവൈഡാണ് ചെയ്യുക. അപ്പോൾ വലുത് സെക്കൻഡ് ടേം ആയതുകൊണ്ട്, സെക്കൻഡ് ഇക്വേഷൻ ആയതുകൊണ്ട് 2വിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. AR⁵5/AR² ആണ് ആദ്യം ചെയ്യുക. AR⁵5/AR² ആണ്. സെക്കൻഡ് ബൈ ഫസ്റ്റാണ് ചെയ്യണേ. ഇവിടെ 192/24 ആണ് കിട്ടുക. ഈ എയും ഈ എയും വെട്ടി R⁵5ഉം R² വെട്ടിയാൽ R³ ഉണ്ടാവുക. R³ ഇത് കറക്റ്റ് 8 ഉണ്ടാവുക. R³ 8 ആണെങ്കിൽ R = മക്കളെ 2 ആണ് കിട്ടുക. 2ൻ്റെ ക്യൂബാണ് 8. ഇനി എനിക്ക് ഫസ്റ്റ് ടൈം വേണം. ഫസ്റ്റ് ടൈം കാണാൻ ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് കൊടുത്താൽ മതി. ഇക്വേഷൻ നമ്പർ 1 ദാറ്റ് ഇംപ്ലൈസ് A × 2² R². AR² 24 ആണ്. That equal to 24. Therefore A equal to 24/4. The 4 ആ വരിക. 24/4 that equal to 6 ആണ്. അങ്ങനെ ഫസ്റ്റ് ടേമും കിട്ടി. ഇനി വേണ്ട 10th ടേം ആണ്. 10th ടേമിൻ്റെ ഫോർമുല എന്താണ്? X10 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ T10 എന്ന് വേണമെങ്കിൽ എഴുതാം. T10ൻ്റെ ഫോർമുല AR⁻9 ആണ്. AR⁻9 ഒന്ന് കുറവാണ് പവറിൽ വരിക. A എന്ന് പറഞ്ഞാൽ മക്കളെ A 6 ആണ്. ഇൻറ്റു R2 ആണ്. 2⁻9 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു R × 2⁻9 എന്ന് പറഞ്ഞാൽ 512 ആണ്. അത് ഗുണം ചെയ്ത് 3000 സംതിങ് കിട്ടും. ഗുണിക്കണം. 6 × 12 2, ബാക്കി 1. 6 × 7, 6 × 5 30, 72. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടേം ഓഫ് ദി സീക്വൻസ് 2,2√2, 4, ഈസ് 128 എന്നാണ്. അതായത് ഈ സീക്വൻസിൽ എത്രാമനാണ് 128 എന്നാണ്. അതൊരു GP ആണെന്ന് ഉറപ്പാണ്. അപ്പോൾ കോമൺ റേഷ്യോ ആദ്യം കണ്ടു നോക്കുക. കോമൺ റേഷ്യോ കാണാനുള്ള ഐഡിയ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ആണ്. സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ഇതും കിട്ടിയാൽ വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി √2 ആണ്. കോമൺ റേഷ്യോ കിട്ടി. ഇത് എത്രാമനാണ് കാണാൻ, എത്രാമനാണ് 128 എന്നാണ്. അതിനെ നമ്മൾ nth ടേം എന്ന് വിളിക്കുക. nth ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ TN ദാറ്റ് ഈസ് ഈക്വൽ ടു 128 എന്ന് എഴുതുക. എത്രാമനാണെന്ന് കണ്ടുപിടിക്കേണ്ട ആളെ നമ്മൾ nth ടേം എന്ന് വിളിക്കുക. TN = 128. TN കാണുന്ന ഫോർമുല AR⁻n-1 ദാറ്റ് ഈക്വൽ ടു 128. അതിൽ ഫസ്റ്റ് ടേം എനിക്കറിയാം. ഫസ്റ്റ് ടേം ഈക്വൽ ടു 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × R⁻n-1. R √2 ആണ്. √2⁻n-1 ദാറ്റ് ഈസ് ഈക്വൽ ടു 128 ആണ്. ഈ 128ഉം ഇതും കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് 64 ആണ് കിട്ടുക. അപ്പോൾ √2⁻n-1 ദാറ്റ് ഈക്വൽ ടു 64 എന്ന് കിട്ടി. √2⁻n-1 = 64 എന്ന് കിട്ടി. നമുക്ക് √2⁻n-1 ഈ 64നെ നമുക്ക് 2�6ന് എഴുതാൻ പറ്റും. 2�6 ആണ് 64. അതിനർത്ഥം √2⁻12 ആണ് 64. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതാം. √2⁻n-1 ദാറ്റ് ഈസ് ഈക്വൽ ടു √2⁻12 എന്ന് കിട്ടി. ബേസ് ഈക്വൽ ആയാൽ പവർ ഈക്വൽ എന്ന് പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. A⁻m = A⁻n ആണെങ്കിൽ m = n ആയിരിക്കും. അപ്പോൾ ബേസ് ഈക്വൽ ആയതുകൊണ്ട് പവർ ഈക്വൽ. പവർ എത്രയാണ്? n-1 = 12. therefore n = 12 + 1 ദാറ്റ് ഈക്വൽ ടു 13 ആണ്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ആൻസർ. മൂന്നാമത്തതും കൂടി ചെയ്യാൻ പോവാണ്. മൂന്നാമത്തത് വിച്ച് ടേം ഓഫ് ദി സീക്വൻസ് √3, 3, 3√3 etc. 729 എന്നാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ടേം എഴുതി വെക്കുക, ഒരു മാർക്ക് കിട്ടി. കോമൺ റേഷ്യോ എഴുതി വെക്കുക. സെക്കൻഡ് ബൈ ഫസ്റ്റ്
3/√3. 3a √3 ഇവിടെ ഇതാൽ √3 കിട്ടുക. nth ടേം ഈസ് ഈക്വൽ ടു 720. അപ്പോൾ AR raised to n minus 1 ഇതിനെ nth ടേം എന്ന് വിളിക്കുക. ദാറ്റ് ഈക്വൽ ടു 729. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √3 ഇൻറ്റു √3 raised to n minus 1 ദാറ്റ് ഈക്വൽ ടു 729. ഇത് a raised to m, a raised to n രണ്ടും ബേസിക്കല്ല. അപ്പോൾ a raised to m plus എന്നാണ് കിട്ടുക. അപ്പോൾ √3 raised to m plus ഇത് കൂട്ടുമ്പോൾ ഈ 1 ഉം 1 ഉം വെട്ടിപ്പോൾ ഇങ്ങനെ കിട്ടും. a raised to m ഇൻറ്റു a raised to n ഈക്വൽ a raised to m plus n. പവർ കൂട്ടുമ്പോൾ n ആണ് കിട്ടുക. 729 എന്ന് പറഞ്ഞാൽ 3 raised to 6 ആണ്. 729 3 raised to 6 ആണ് എന്ന് പറഞ്ഞാൽ √3 raised to 12 ആണ്. 3 raised to 6 ആണ് 729. ചെയ്ത് നോക്കുക. 3 × 3 × 6 പ്രാവശ്യം ഗുണിച്ചാൽ മതി. അപ്പോൾ 2 √3 കൂടെ 3 ആയതുകൊണ്ട് 3 raised to 6 എന്ന് പറഞ്ഞാൽ √3 raised to 12. അതായത് സെയിം കൺസെപ്റ്റ് ആണ്. Therefore ബേസ് ഈക്വൽ ആണ്. a raised to m ഈക്വൽ ടു a raised to n. that means m ഈക്വൽ ടു n ആണ്. that equal to therefore n is equal to 12 ആണ്. ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. If sum of the 3 terms of a GP is 39/10 and their product is 1, find the terms. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാനിതാന്ന് പറയും. ഏറ്റവും കൂടുതൽ തവണ പബ്ലിക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. 3 കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്. സം ഓഫ് 3 ടേംസ് ഓഫ് എ GP. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് എന്നാണ് വേണ്ടത്. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് എന്നാണ് വേണ്ടത്. അപ്പോൾ തുടർച്ചയായ 3 ടേമിൻ്റെ സമ്മ് 39/10 ആണ്. നിങ്ങൾ കാണാൻ പഠിക്കുക. തുടർച്ചയായ ടേംസ് എന്ന് പറഞ്ഞാൽ 3 കോൺസിക്യൂട്ടീവ് എന്ന വാക്കൂടെ ഉണ്ടാവും. ലെറ്റ് ദ ടേംസ് ബി a/r a/r ഒരു മാർക്കറ്റി. GP ആണെങ്കിൽ a - d a + d. സോറി AP ആണെങ്കിൽ a - d a + d. GP ആണെങ്കിൽ a/r a/r. സമ്മും തന്നിരിക്കുന്നു, പ്രോഡക്റ്റും തന്നിരിക്കുന്നു. ശ്രദ്ധിക്കുക. AP ആണെങ്കിൽ പരിപാടി സമ്മിന്ന് സ്റ്റാർട്ട് ചെയ്യുക. GP ആണെങ്കിൽ പരിപാടി പ്രോഡക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പ്രോഡക്റ്റ് അതായത് a/r ഇൻറ്റു a ഇൻറ്റു AR ദാറ്റ് ഈക്വൽ ടു 1. പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 1. GP ആണെങ്കിൽ പ്രോഡക്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ആറും വെട്ടി a³ ദാറ്റ് ഈക്വൽ ടു 1. a³ ഈക്വൽ ടു 1 ദാറ്റ് മീൻസ് a ഈസ് ഈക്വൽ ടു 1. 1ൻ്റെ ക്യൂബ് മാത്രമാണ് 1 ആവുക. അപ്പോൾ a ഈക്വൽ ടു 1 കിട്ടി. ഇനി എനിക്ക് വേണ്ടത് സമ്മാണ്. സം ഈക്വൽ ടു 39/10. സം ഈസ് ഈക്വൽ ടു ദാറ്റ് മീൻസ് a/r പ്ലസ് a പ്ലസ് AR ദാറ്റ് ഈസ് ഈക്വൽ ടു 39/10 ആണ്. സമ്മം കിട്ടി. ഇതിൽ നമ്മൾ A1 കൊടുത്താൽ 1/r പ്ലസ് 1 പ്ലസ് 1 × r ഈസ് ഈക്വൽ ടു 39/10. ഇത് ഭംഗിയാക്കാനുള്ള ഐഡിയ മൾട്ടിപ്ലൈയിങ് ഓൾ ടേംസ് ബൈ 10r. ഇത് ബേസിക് മാത്സ് ആണ്. അടിയിൽ 10 മാറുള്ളത് കൊണ്ട് എല്ലാവരെയും 10r കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 10r ഇൻറ്റു 1/r പ്ലസ് 10r ഇൻറ്റു 1 10r 10r ഇൻറ്റു r 10r സ്ക്വയർ ഈക്വൽ ടു 10r ഇൻറ്റു 39/10. എല്ലാവരെയും 10r കൊണ്ട് ഇൻറ്റു ചെയ്യുക. അടിയിൽ 10r ആണുള്ളത്. LCM എന്നാണ് വിളിക്കുക. ഈ ആറും വെട്ടി ഈ 10ഉം വെട്ടി ഭംഗിയാക്കുമ്പോൾ 10r സ്ക്വയർ ഞാൻ ആദ്യം എഴുതി പ്ലസ് 10r പിന്നെ എഴുതി പ്ലസ് 10 ഇവിടെ എഴുതി ഈക്വൽ ടു 39r റൈറ്റ് സൈഡിലും എഴുതി. ഇതെല്ലാം ലെഫ്റ്റിലേക്ക് പോരുമ്പോൾ എന്താ കിട്ടുക മക്കളെ? 10r സ്ക്വയർ. ഇത് 39r ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 29r ആവും. കാരണം ഈ 10ആയിട്ട് കുറയ്ക്കുമ്പോൾ പ്ലസ് 10 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അത് സോൾവ് ചെയ്യാനുള്ള ഫോർമുല എനിക്കറിയാം. r ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac ഓൾ ബൈ 2a. അതിൽ a എന്ന് പറഞ്ഞാൽ 10, b എന്ന് പറഞ്ഞാൽ -29, c എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ എല്ലാവരും അത് ചെയ്യുന്നു. അപ്പോൾ 6 2 ഉത്തരം കിട്ടും. എപ്പോഴും 2 ഉത്തരം കിട്ടും. ഒന്ന് 5/2 ഒന്ന് 2/5 ആണ് കിട്ടുക. അപ്പോൾ കോമൺ റേഷ്യോ 5/2 ഉണ്ട്, കോമൺ റേഷ്യോ 2/5 ഉണ്ട്. കോമൺ റേഷ്യോ 5/2 ആണെങ്കിൽ r ഈസ് ഈക്വൽ ടു 5/2 ആണെങ്കിൽ എൻ്റെ GP പറയൂ a/r AR ഒന്നും കൂടി എഴുതിച്ചു. നടുക്ക് a എഴുതിക്കുക. a എത്രയാണ്? 1 ആണ്. കോമൺ റേഷ്യോ 5/2 1 × 5/2 ദാറ്റ് ഈക്വൽ ടു 5/2. 1/5/2 a/r 1/5/2 അത് 2/5 ആണ്. ഒരു ഉത്തരമായി.
ഇനി കോമൺ റേഷ്യോ 2/5 ആണ് വരുന്നതെങ്കിൽ നേരെ ഉത്തരം തിരിച്ചെഴുതിയാൽ മതി. ദ ആൻസർ ഈസ് ഒന്ന് 5/2, ഒന്ന് 1, ഒന്ന് 2/5. എപ്പോഴും രണ്ട് ഉത്തരം ഉണ്ടാവും GP മിക്ക ക്വസ്റ്റ്യനിലും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ടേംസ് ഓഫ് GP 3, 3/2, 3/4 ആർ നീഡഡ് ടു സം 3069/512? സമ്മ് തന്നിരിക്കുന്നു. സീക്വൻസ് എന്നാൽ എപ്പോഴും ആദ്യം കുട്ടി എഴുതേണ്ടത് ഫസ്റ്റ് ടേം എഴുതി വെക്കുക, ഒരു മാർക്ക് കിട്ടി. കോമൺ റേഷ്യോ സെക്കൻഡ് ബൈ ഫസ്റ്റ് ആണ്, അപ്പോൾ 1/2 ആണ് കിട്ടുക. 3 × 1/2 ആണ് 3/2. അപ്പോൾ കോമൺ റേഷ്യോ 1/2 ആണ്. സെക്കൻഡ് ബൈ ഫസ്റ്റ് 3/2/3 1/2 ആണ്. കോമൺ റേഷ്യോ 1-നേക്കാൾ കുറവാണെങ്കിൽ സമ്മിൻ്റെ ഫോർമുല മറക്കണ്ട. A × കോമൺ റേഷ്യോ 1-നേക്കാൾ കുറവാണെങ്കിൽ 1 - r/n/1 - r എന്ന ഫോർമുല ഉപയോഗിക്കുക. ദാറ്റ് ഈക്വൽ ടു 3069/512. സമ്മ് തന്നിരിക്കുന്നു. എത്ര പേരെ പിടിച്ച് കൂട്ടിയാലാണ് ഇത് കിട്ടുക എന്നാണ്. അപ്പോൾ ഇത് സമ്മാണ്. A കൊടുക്കുന്നു. A 3 ആണ്. 1 - r എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ബൈ 1 - 1/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3069/512. ഈ 3ഉം ഇതും കറക്റ്റ് വെട്ടിപ്പോവും. 101023 കിട്ടുക. 3 കൊണ്ട് കട്ട് ചെയ്യാം. ഈ 2 നേരെ തിരിഞ്ഞ് മുകളിലോട്ടാണ് വരിക. അപ്പോൾ ഈ 2 ഇവിടെ വരിക. ഈ 2 ഇവിടെ വരുമ്പോൾ ഈ 2 നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഗുണിക്കുക ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? 1 - 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1023 ഈ 2 ഇവിടെ വരുമ്പോൾ 1024 കിട്ടുക. 512 ഡബിൾ. ഇനി ഈ 1/2 വലത്തോട്ട് വയ്ക്കുക. 1/2 വലത്തോട്ട് വെച്ചു. ഈ സാധനം അങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ അത് 1 - 1023/1024 കിട്ടുക. അത് ക്രോസ് ചെയ്യുമ്പോൾ 1024 - 1023 എത്രയാ? 1/1024 കിട്ടും. ഈ 1/1024 എന്ന് പറഞ്ഞാൽ അത് 1/2 ആണ്. കാരണം എപ്പോഴും പവർ ഫോം വന്നാൽ രണ്ട് ഭാഗം പവർ ഫോം ആക്കണം. അപ്പോൾ 2/10 ആണ് 1024. അപ്പോൾ 1/2 ആണ്. ദാറ്റ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഇവിടെ ബേസ് രണ്ടും ഈക്വൽ ആണ്. ബേസ് ഈക്വൽ ആണെങ്കിൽ പവറും ഈക്വൽ ആണ്. ഫോർ ദ കൺക്ലൂഷൻ ഫോർ n ഈസ് ഈക്വൽ ടു 10 ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം GP തന്നാൽ ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോ എഴുതുക. കോമൺ റേഷ്യോ 1-നേക്കാൾ കുറവാണെങ്കിൽ സമ്മകാനുള്ള ഫോർമുല A × 1 - r/n/1 - r ആണ്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എല്ലാവരും. ഈ 4th, 10th, 16th term of a GP are x, y, z, then show that x, y, z are in GP, also in GP. അപ്പോൾ തന്ന കാര്യം ഒന്ന് എഴുതാൻ പോവാണ്. 4th ടേമിൻ്റെ ഫോർമുല സ്റ്റെപ്പ് കുറയ്ക്കുകയാണ്. 4th ടേമിൻ്റെ ഫോർമുല AR³ ആണ്. ദാറ്റ് ഈക്വൽ ടു x എന്ന് കിട്ടി. ടെൻത്ത് ടേം ഈസ് ഈക്വൽ ടു y ആണ്. 10th ടേമിനെ ഞാൻ AR⁻9 ദാറ്റ് ഈസ് ഈക്വൽ ടു y എന്ന് എഴുതി. 16 ടേമിനെ AR⁻15 എന്ന് എഴുതി. ഉപയോഗിച്ച ഫോർമുല വേണമെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കാം. nth ടേം ഈക്വൽ ടു AR⁻n-1 എന്നാണ് GPയിൽ. എന്നിട്ട് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് XYZ ആർ ഇൻ GP എന്നാണ് ഞാൻ പറഞ്ഞു. If A, B, Z are in GP, then B score equal to AC എന്നാണ്. മിഡിൽ സ്കോർ ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് ആൻഡ് തേർഡ് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Y സ്കോർ ഈക്വൽ ടു XZ എന്ന് കിട്ടിയാൽ GP എന്ന് ഉറപ്പായി. ഞാൻ ആദ്യം Y സ്കോർ കാണാൻ പോവാണ്. Y സ്കോർ ഈസ് ഈക്വൽ ടു AR⁻9 സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് A സ്ക്വയർ R⁻18. എക്ക് സ്കോർ കൊടുത്തു. R⁻9 സ്ക്വയർ R⁻18 ആണ്. ഇനി XZ ചെയ്ത് നോക്കാം. XZ ഗുണിക്കുക AR⁻3 ഇൻറ്റു AR⁻15 ആണ്. ഇതും ഗുണിക്കാൻ പോവാണ്. അപ്പോൾ എയും ഗുണിച്ചാൽ A സ്ക്വയർ ആണ്. R⁻3 R⁻15 മക്കളെ R⁻18 ആണ്. അപ്പോൾ എന്ത് മനസ്സിലായി? മിഡിൽ സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു XZ എന്ന് കിട്ടി. Y സ്കോർ ഈക്വൽ ടു XZ ആണ്. അത് B സ്കോർ ഈക്വൽ ടു AC പോലെയാണ്. അങ്ങനെയാണെങ്കിൽ കൺക്ലൂഷൻ പറയും therefore X, Y, Z are in GP. Question number 7. If arithmetic mean and geometrical mean between two numbers 10 and 8, find the numbers എന്നാണ്.
നല്ല ക്വസ്റ്റ്യനാണ്. ഞാൻ AP കൂടി കുറച്ചൊന്ന് ഉൾപ്പെടുത്തുകയാണ്. അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ A and B, the numbers B, let numbers ഞാൻ A and B കൊടുത്തു. രണ്ട് നമ്പർ എടുത്തു, എയും ബി എടുത്തു. അരിത്തമെറ്റിക് മീൻ കാണുന്ന എൻ്റെ കയ്യിലെ ഫോർമുലയാണ് അരിത്തമെറ്റിക് മീൻ ദറ്റ് ഈക്വൽ ടു A+B/2 ദറ്റ് ഈക്വൽ ടു അരിത്തമെറ്റിക് മീൻ 10. ഇത് ഭംഗിയാക്കുമ്പോൾ A+B = 20 എന്ന് കിട്ടും. ജോമെട്രിക്കൽ മീൻ ബിറ്റ്വീൻ ടു നമ്പർ A and B, GM കാണുന്ന ഫോർമുല മക്കളെ √AB ആണ്. √AB ദറ്റ് ഈസ് ഈക്വൽ ടു 8 ആണ്. ഇതൊന്ന് ഭംഗിയാക്കാൻ സ്ക്വയർ ചെയ്യുന്നു. √AB സ്ക്വയർ AB ആണ്, 8 സ്ക്വയർ 64 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ സാധാരണ ടീച്ചർ ചെയ്യുക, ഇവിടുന്ന് B ഉണ്ടാക്കും. B = 20 - A എന്ന് കൊടുക്കും. ആ B ഇവിടെ കൊണ്ടുപോയി കൊടുക്കും. 20 - A കൊടുക്കുമ്പോൾ പിന്നെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. പിന്നെ -B +or- വെച്ച് സോൾവ് ചെയ്യും. അങ്ങനെ ആവശ്യമില്ല. എയും ബിയും ഗുണിച്ചാൽ ദാറ്റ് മീൻസ് പ്രോഡക്റ്റ് 64. എയും ബിയും കൂട്ടിയാൽ സമ്മ് ദാറ്റ് ഈക്വൽ ടു 20. ഗുണിച്ചാൽ 64 കൂട്ടിയാൽ 20 ഉള്ള സംഖ്യ മനസ്സിൽ കണ്ടെടുത്താൽ മതി. അത് നമ്പേഴ്സ് ആർ 16ഉം 4ഉം ആണ്. 16ഉം 4ഉം ഗുണിച്ചാൽ 64 ആണ്. 16ഉം 4ഉം കൂട്ടിയാൽ 20 ആണ്. അങ്ങനെ ഗസ് ചെയ്ത് പറയാൻ വെച്ചാൽ ഒരുപാട് സമയം ലാഭം ഉണ്ടാവും. നെക്സ്റ്റ് നമ്പർ 8. Question number 8. If -2/7 x -7/2 are in GP, find x ആണ്. എൻ്റെ തിയറി എന്താണ്? If A, B, C are in GP, then B² = AC എന്നാണ് എൻ്റെ തിയറി. മിഡിൽ ആരാ മക്കളെ? x ആണ്. x² ദറ്റ് ഈസ് ഈക്വൽ ടു ആരാണ്? -2/7 × -7/2. ഈ 7ഉം 7ഉം വെട്ടി, ഈ 2ഉം 2ഉം വെട്ടി, ബാക്കി x² ഒരു മൈനസും പ്ലസ് ആണ്, +1 ആണ്. ഒരു സംഖ്യയുടെ സ്ക്വയർ 1 ആണെങ്കിൽ x = 2 ഉത്തരമുണ്ട്, +or-1 എന്ന് എഴുതണം. അപ്പം മിഡിൽ നമ്പർ 1 ആയാലും -1 ആയാലും ഓക്കെയാണ്. -1 ആണ് വരുന്നതെങ്കിൽ എല്ലാം നെഗറ്റീവാണ് വരിക. എന്നാൽ നോക്കി നോക്കിയേ, എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ കോമൺ റേഷ്യോ പോസിറ്റീവായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണേ, എല്ലാ ടേംസും എല്ലാം ഒരേ ചിഹ്നമാണെങ്കിൽ, ഒരു GPയുടെ ചിഹ്നം എല്ലാം ഒരേപോലെയാണെങ്കിൽ, എല്ലാം നെഗറ്റീവോ എല്ലാം പോസിറ്റീവോ ആണെങ്കിൽ കോമൺ റേഷ്യോ പോസിറ്റീവായിരിക്കും. ഒരു GPയുടെ ചിഹ്നം ഓൾട്ടർനേറ്റീവായിട്ട് മാറുകയാണെങ്കിൽ മാത്രം കോമൺ റേഷ്യോ നെഗറ്റീവായിരിക്കും. അത് പ്രത്യേകം ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ജോമെട്രിക്കൽ പ്രോഗ്രഷൻ്റെ തിയറി മൊത്തം നമ്മൾ പഠിച്ചതിന് ശേഷമേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പാടുള്ളൂ. മൊത്തം തിയറിയും പറഞ്ഞു കഴിഞ്ഞതാണ്. പ്രൂവ് ദാറ്റ് 3^1/2, 3^1/4, 3^1/8 എക്സെട്ര = 3 എന്നാണ്. അതാണ് എൻ്റെ 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെയൊക്കെ ബേസ് ഈക്വൽ ആണ്. നമ്മൾ 8ാം ക്ലാസ് പഠിച്ചിട്ട് A⁻m × A⁻n = A⁻m+n എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 3 പവർ ഒക്കെ പിടിച്ച് കൂട്ടാൻ പറ്റുമോ? യെസ്, അങ്ങനെ കൂട്ടാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പവർ ഭാഗം 1/2, 1/4, 1/8 അത് കണ്ടാലേ അറിയാം അത് 1/2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് GP ആണ്. 1/2 × 1/2 1/4, 1/4 × 1/2 1/8 GP ആണ്. ആ GPയിലെ ഫസ്റ്റ് ടേം 1/2 ആണ്. ആ GPയിലെ കോമൺ റേഷ്യോവും 1/2 ആണ്. ആ GPയുടെ സം ടു ഇൻഫിനിറ്റി കാണുന്ന ഫോർമുല A/1 - R ആണ്. ദാറ്റ് മീൻസ് 1/2/1 - 1/2 ആണ്. A/1 - R ആണ് സം ടു ഇൻഫിനിറ്റി കാണുന്ന ഐഡിയ. ദാറ്റ് ഈക്വൽ ടു 1/2/1 - 1/2 1/2 ആണ്. ഈ 1/2 1/2 വെട്ടിയാൽ 1 ആണ്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വരിക. ഫോർ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇത് മൊത്തം 1 ആയി. 3 ദാറ്റ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഉപയോഗിച്ച ഐഡിയകൾ A⁻m × A⁻n ബേസ് ഈക്വൽ ആണെന്ന് വെച്ചാൽ പവർ പിടിച്ച് കൂട്ടാവുന്ന ഐഡിയ. പവർ ഒരു GP ആണ്. GPയുടെ സം ടു ഇൻഫിനിറ്റി കാണുന്ന ഫോർമുല A/1 - R ആണ്. രണ്ടാമത്തത് tan x tan³ x + tan⁵5x കണ്ടാലേ തന്നെ അറിയാം അത് tan² കൂടി വരികയാണ്. വെറും tan² അല്ല, -tan² ആണ്. അപ്പോൾ ഉറപ്പിച്ചു, ഓൾട്ടർനേറ്റീവായി ചിഹ്നം മാറി വരുമ്പോൾ കോമൺ റേഷ്യോ നെഗറ്റീവായിരിക്കും. കോമൺ റേഷ്യോ വെറും tan² അല്ല, -tan²x ആണ്. എല്ലാവരുടെ ചിഹ്നം ഒരേപോലെ ആണെങ്കിൽ
കോമൺ റേഷ്യോ പോസിറ്റീവ് ആയിരിക്കും. ഓൾട്ടർനേറ്റീവായി ചിഹ്നം മാറുകയാണെങ്കിൽ കോമൺ റേഷ്യോ നെഗറ്റീവ് ആയിരിക്കും. ആർ ഈക്വൽ ടു മൈനസ് ടാൻ സ്ക്വയർ സം ടു ഇൻഫിനിറ്റി ഓഫ് ജി പി ആണ്. ഫസ്റ്റ് ടേം അത് ടാൻ എക്സ് ആണ്. സം ടു ഇൻഫിനിറ്റി കാണുന്ന ഫോർമുല എ ബൈ 1 മൈനസ് ആർ ആണ്. ദാറ്റ് ഈക്വൽ ടു ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ദാറ്റ് ഈക്വൽ ടു ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ എക്സ് ആണ്. സി സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സി സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണ്. ഇനി ടാനിനെ നമ്മൾ തൽക്കാലം സൈൻ ബൈ കോസ് ആക്കി വെക്കാം. ഈ സി സ്ക്വയറിനെ 1 ബൈ കോസ് സ്ക്വയർ ആക്കി വെക്കാം. ഒരു കോസും വെട്ടി വെക്കുക. അപ്പോൾ ഈ കോസ് നേരെ മുകളിലോട്ട് പോരും. അത് സൈൻ എക്സ് കോസ് എക്സ് ആയിട്ട് മാറും. ഈ കോസ് മുകളിൽ സൈൻ എക്സ് കോസ് എക്സ് ആണ്. 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 2x ആണ്. 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 2x ആണ്. അപ്പോൾ അതിൽ 2ൻ്റെ കുറവുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ സൈൻ 2x എന്നല്ല 2ൻ്റെ കുറവുള്ളതുകൊണ്ട് സൈൻ 2x ബൈ 2 എന്ന് എഴുതുക. കുട്ടികൾ അങ്ങനെയും പറയാറുണ്ട്. സൈൻ എക്സ് കോസ് എക്സിന് ഡയറക്റ്റ് ആയിട്ട് സൈൻ 2x ഓൾ ബൈ 2 എന്ന് എഴുതാറുണ്ട്. എൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇൻസേർട്ട് 3 നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 256 സോ ദാറ്റ് ദ റിസൾട്ടിംഗ് സീക്വൻസ് ഇസ് എ ജി പി എന്നാണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയും പറയാറുണ്ട്. ഇൻസേർട്ട് 3 GM ബിറ്റ്വീൻ 1 and 256 എന്നും പറയാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുക 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1 എഴുതുക, 3 ഗ്യാപ്പ് ഇടുക, ഇവിടെ 256 എന്ന് എഴുതുക. ഇതൊരു ജി പി ആണ്, റിസൾട്ടിംഗ് സീക്വൻസ് ജി പി. അപ്പോൾ എൻ്റെ ജി പിയിൽ 1 1 ആണ്. 1 2 3 4 അഞ്ചാമനെ വേണമെങ്കിൽ നമുക്ക് T5 എന്ന് എഴുതാം. 256 ആണ്. അഞ്ചാമനേക്കാളുള്ള ഫോർമുല എന്താണ് സാർ? ജി പി ആണെങ്കിൽ AR⁴ ആണ്. എ പി ആണെങ്കിൽ A + 4D ആണ്. AR⁴ ദാറ്റ് ഈസ് ഈക്വൽ ടു 256 ആണ്. A 1 കൊടുത്തു. 1 കൊടുത്താൽ 1 × R⁴ ആണ്. R⁴ ഈക്വൽ ടു 256 ആണ്. Therefore R is equal to 4ൻ്റെ 4th പവർ ആണ് 256. 16 16 256. അപ്പോൾ R ഈക്വൽ ടു 4 ആണ്. 4 മാത്രമല്ല +or-4 ആണ്. അവിടെയാണ് കുട്ടികൾക്ക് തെറ്റാറുള്ളത്. 4ൻ്റെ 4th പവറും 256 ആണ്. -4ൻ്റെ 4th പവറും 256 ആണ്. അപ്പോൾ ഈവൻ പവർ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, 2 ഉത്തരം ഉണ്ടാവും. ഈവൻ പവർ വരുമ്പോൾ 2 ഉത്തരം ഉണ്ടാവും. കാരണം നെഗറ്റീവിൻ്റെയും പോസിറ്റീവിൻ്റെയും ഈവൻ പവർ പോസിറ്റീവാണ്. അതുകൊണ്ട് R⁴ വന്നാൽ എൻ്റെ ജി പി എന്താ വരിക? ജി പി 1 4 1 × 4 4 4 × 4 16 16 × 4 64 64 × 4 256. ഇത് ഇൻസേർട്ട് ചെയ്തു. കോമൺ റേഷ്യോ -4 ആണെങ്കിൽ 1 തന്നെ പഠിച്ചാൽ മതി. ഓൾട്ടർനേറ്റീവായി ചിഹ്നം മാറ്റിയാൽ മതി. കോമൺ റേഷ്യോ പോസിറ്റീവ് ആണെങ്കിൽ എല്ലാവരുടെയും സെയിം ചിഹ്നമായിരിക്കും. കോമൺ റേഷ്യോ നെഗറ്റീവ് ആണെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് ചിഹ്നം മാറും. അപ്പോൾ 2 ഉത്തരം ഉണ്ടാവും. ഒന്ന് 1 4 16 64 256. ഒന്ന് 1 -4 16 -64 and 256. നമുക്ക് 12ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. ഫൈൻഡ് സം ടു n terms of 777 777 etc. n terms. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് എഴുതി പഠിച്ചിട്ട് പോവുക. ഇതിന് 7ന് പകരം 5 5 55 555 ആവാൻ ചിലപ്പോൾ നമ്പർ മാറുന്നല്ലാതെ സെയിം ടൈപ്പ് തന്നെയാണ് ചെയ്യുക. 12ാമത്തെ ക്വസ്റ്റ്യൻ 7. ഞാൻ ക്വസ്റ്റ്യനെ SN എന്ന് വിളിച്ചു. 7 77 777 etc. n terms ആണ്. ഇതിലേക്ക് ശരിക്കും നോക്കിയാൽ അറിയാം ഇതൊരു എ പി അല്ല. ഇതിലേക്ക് ശരിക്കും നോക്കിയാൽ അറിയാം ഇതൊരു ജി പി അല്ല. 7 × 11 77 ആണ്. പക്ഷേ 77 × 11 777 അല്ല. എ പിയും ജി പിയും അല്ലാത്ത ഒരു സീക്വൻസ് സം ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ അറിയത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിനു വേണ്ടി ചെറിയൊരു മോഡിഫിക്കേഷൻ. ഇതെങ്ങനെ ചെയ്തു എന്നില്ല, ഇത് സയൻറ്റിസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നു. ഇത് 7 പുറത്തേക്ക് എടുത്താൽ 1 + 11 + 111 + etc. n terms എന്നായി. 1ഉം 11ഉം ഗുണിച്ചാൽ 11 പക്ഷേ 11 ഗുണിച്ചാൽ 121. ഇപ്പോഴും അത് എ പിയും ജി പിയും ആയിട്ടില്ല. അപ്പം ഞാനത് ഇനിയും ഭംഗിയാക്കാൻ വേണ്ടി ഇത് കാണാൻ പഠിക്കുക ചെയ്യുക. 9 കൊണ്ട് ഗുണിക്കുക. 9 എല്ലാത്തിനെയും 9 കൊണ്ട് ഗുണിക്കുക. സാർ അങ്ങനെ എല്ലാത്തിനെയും 9 കൊണ്ട് ഗുണിക്കാൻ പറ്റുമോ? പറ്റില്ല. എല്ലാത്തിനെയും 9 കൊണ്ട് ഗുണിക്കുമ്പോൾ എല്ലാത്തിനെയും 9 കൊണ്ട് ഹരിക്കുകയും വേണം. എല്ലാത്തിനെയും ഹരിക്കുന്നതിന് പകരം ബ്രാക്കറ്റിന് പുറത്ത് ഹരിച്ചാൽ മതി.
ബ്രാക്കറ്റിന് പുറത്ത് ചെയ്യുന്ന ഓരോ വർക്കും എല്ലാത്തിനും ബാധകമാണ്. ഇപ്പോഴും എ പിയും ജി പിയും ആയിട്ടില്ല, ഇപ്പം ശരിയാവും. 7/9 ഇൻറ്റു ഈ 9-നെ 10 - 1 എന്ന് എഴുതുക, ഇതിന് 100 - 1 എന്ന് എഴുതുക, ഇതിന് 1000 - 1 എന്ന് എഴുതുക, എക്സെട്ര n ടേംസ് നേടും. ഇത് 2 ടീമാക്കി ഇതിനെ മാറ്റാൻ പോവുകയാണ്. ഒന്ന് 7/9 പുറത്ത് വെച്ചു, 2 ടീം എന്ന് പറഞ്ഞാൽ ഒന്ന് 10, പിന്നെ 10 സ്ക്വയർ, 10 ക്യൂബ്, അങ്ങനെ ഒരു ടീം ഇങ്ങനെ പോവുകയാണ്. പിന്നെ -1 -1 -1 അങ്ങനെ 3 -1 കൂടിയാൽ -3 ആണെങ്കിൽ n - 1 കൂടിയാൽ -n ഉണ്ടാവുക. 9-നെ 10 - 1 എന്നും 100-നെ 10 സ്ക്വയർ -1 എന്നും 1000-നെ 10 ക്യൂബ് -1 എന്ന് എഴുതി ആ 10കൾ ടീമൊക്കെ ഒരു ടീമാക്കി കുറേ ഒന്നുകൾ കൂടിയാൽ n ഒന്നുകൾ കൂടിയാൽ n ഉണ്ടാവുക. ഇത് ജി പി ആണ്. ആ ജി പിയിലെ ഫസ്റ്റ് ടേം 10 ആണ്. ആ ജി പിയിലെ കോമൺ റേഷ്യോ 10 ആണ്. കോമൺ റേഷ്യോ 1-നേക്കാൾ കൂടുതലായതുകൊണ്ട് സമ്മ് കാണുന്ന ഫോർമുല സം ഈസ് ഈക്വൽ ടു a ഇൻറ്റു r⁻n - 1 ബൈ r - 1 ആണ്. a ഇൻറ്റു r⁻n - 1 ബൈ r ഇവിടെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ 7/9 പുറത്തുണ്ട്, a 10 ആണ്, r⁻n 10⁻n ആണ്, -1 ബൈ 10 - 1 9 ആണ്, മൈനസ് ഈ n ബാക്കിയുണ്ട്. ഫസ്റ്റ് ടൈം 10, കോമൺ റേഷ്യോ 10, സമ്മ് കോമൺ റേഷ്യോ 1-നേക്കാൾ കൂടുതലാണെങ്കിൽ ഫോർമുല a ഇൻറ്റു r⁻n - 1 ബൈ r - 1 ആണ്. ഇത് ക്രോസ് ചെയ്യാൻ പോവുക, എന്നിട്ട് ക്രോസ് ചെയ്യാം. 7/9 10 ഇതൊക്കെ അതുപോലെ തന്നെ എഴുതി. ഈ 9 ഇങ്ങോട്ട് കുറയ്ക്കുമ്പോൾ ഗുണിക്കുമ്പോൾ 9 ആവും. ഓൾ ബൈ 9 എന്ന് എഴുതുക, സ്റ്റെപ്പിൻ്റെ കുറച്ച്. ഓൾ ബൈ 9 ഇവിടെ 81 മാറ്റും. 9 9 81, ഓൾ ബൈ 9 ഉള്ളത്. ഇതേ ക്വസ്റ്റ്യൻ 5 55 555 അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതൊക്കെ ഇവിടെ 5 പുറത്തെടുക്കുക. 5/9 ഉണ്ടാവും, 5/9 ഉണ്ടാവും, 5 ബാക്കിയൊക്കെ സെയിം കോപ്പി. ലാസ്റ്റ് ആൻസർ 5/81, ബാക്കിയൊക്കെ അതുപോലെ ഉണ്ടാവും. അപ്പോൾ ഏത് നമ്പറാണോ ഉള്ളത് ആ നമ്പർ മാത്രം 7-ന് പകരം ആ നമ്പറായിട്ട് മാറും, വേറൊരു വ്യത്യാസവും ഉണ്ടാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ഇഫ് a⁻n + 1 plus b⁻n + 1 by a⁻n plus b⁻n is the geometrical mean between a and b, find n. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടത് നോക്കാം. ആ സാധനം എയുടെയും ബിയുടെയും ജോമെട്രിക്കൽ മീൻ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതണം. ആ സാധനം ഈക്വൽ ടു, കുറച്ച് പണി ഉണ്ടാവേ, 8ാം ക്ലാസ്സിൽ ഐഡിയ ആണ്, എന്നാലും കുറച്ച് പണി ഉണ്ടാവും. ആ സാധനം ഈക്വൽ ടു ജോമെട്രിക്കൽ മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ജോമെട്രിക്കൽ മീൻ കാണാനുള്ള ഫോർമുല √ab ആണ്. ഒരു സ്റ്റെപ്പായി. ഈ സാധനം എയുടെയും ബിയുടെയും ജോമെട്രിക്കൽ മീനാണ്. ഇതിനെ വേണമെങ്കിൽ AB all⁻½ എന്നാക്കാം. റൂട്ട് എന്ന് പറഞ്ഞാൽ raised എന്നും ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ raised1/3 എന്നുമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് AB all⁻½ ആണ്. ആ 2 പേർക്കും ഹാഫ് കൊടുത്തിട്ട് a⁻½ b⁻½ എഴുതി. ബൈ 1 ക്രോസ് ചെയ്യാൻ പോവാണ്. യു ഹാവ് ടു ഫൈൻഡ് n. ക്രോസ് ചെയ്യാം. 1 ഇൻറ്റു ഓക്കെ. ഇനി ഇത് ഒരാളാണ്, ഇത് ഗുണിച്ചാൽ കിട്ടുന്ന സാധനം ഒരാളാണ്. ഇയാൾക്ക് ഇൻറ്റു ചെയ്യാം. ഇനി ഇയാൾക്ക് ഇൻറ്റു ചെയ്യാം. 2 ആൾക്ക് ഇൻറ്റു ചെയ്തു. ഇതതുപോലെ തന്നെ കോപ്പി അടിച്ചു. ഇത് ബേസ് ഈക്വൽ ആണെങ്കിൽ പവർ കൂട്ടാം. അപ്പോൾ അത് a⁻n + ½ ഉണ്ടാവുക, ഇത് b⁻½ ഉണ്ടാവും. ഇത് ബിയും ബേസ് ഈക്വൽ ആണ്. അപ്പോൾ ആ ബിയുടെ പവർ കൂട്ടാം, n + ½ a⁻². അതായത് ബേസ് ഈക്വൽ ആണെന്ന് വെച്ചാൽ പവർ കൂട്ടാമെന്നാണ്. ഇവിടെ ബേസ് ഈക്വൽ ആയതുകൊണ്ട് പവർ കൂട്ടി. ദാറ്റ് ഈക്വൽ ടു ഇവിടെ a⁻n + b⁻n + 1. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എയുടെ പവർ n + 1, ഇവിടെ എയുടെ പവർ n + ½ ആണ്. ഇയാളെ ഇതെടുത്ത് കൊണ്ടുപോവുക. അപ്പോൾ ഒരു ടീമാക്കി മാറ്റുക. മൈനസ് പോട്ടെ, a⁻n + ½ b⁻². മറ്റേ ടീം ഇപ്പുറത്തേക്ക് പോരാ. അപ്പോൾ ഇതോടെ വയ്ക്കുക. b⁻n, ബിയുടെ പവറുള്ള ഭാഗം അവിടെ വയ്ക്കുക. മൈനസ് b⁻n + 1 എഴുതി. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. a⁻n + ½ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ഇൻറ്റു അങ്ങനെ n + ½ a ഉണ്ടെന്ന് അർത്ഥം. ഇവിടെ a ഇൻറ്റു അങ്ങനെ n + 1 a ഉണ്ടെന്ന് അർത്ഥം. ഏതാണ് ചെറുത്? n + ½ ആണോ n + 1 ആണോ ചെറുത്? n + ½ ആണ് ചെറുത്. അപ്പോൾ ഞാൻ ചെറുത് പുറത്തേക്ക് എടുത്തു.
ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. എത്ര എ പുറത്തേക്ക് എടുത്തു? n പ്ലസ് ഹാഫ് എ പുറത്തേക്ക് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു ഹാഫ് എയുടെ ബാക്കി ഉണ്ടാവും. കാരണം ഇവിടെ n പ്ലസ് 1 എ ഉണ്ട്. നിങ്ങൾ പുറത്തേക്ക് എടുത്ത n പ്ലസ് ഹാഫ് എ ആണ്, ചെറുതാണ് പുറത്തേക്ക് എടുക്കേണ്ടത്. അപ്പോൾ എ റേസ്റ്റ് ഹാഫ്. ഇനി കൂട്ടി നോക്ക്, n പ്ലസ് ഹാഫും എ റേസ്റ്റ് ഹാഫും ഗുണിച്ച് കഴിഞ്ഞാൽ ഹാഫും കൂട്ടിയാൽ ഒന്നാണ് ഉണ്ടാവുക. ഇനി ഇവിടെ എ റേസ്റ്റ് n പ്ലസ് ഹാഫ് പുറത്തേക്ക് എടുത്തു, ബാക്കി ഇവിടെ മൈനസ് ബി റേസ്റ്റ് ഹാഫ് ഉണ്ടാവും. ഇവിടെ അതുപോലെ ബി റേസ്റ്റ് n പ്ലസ് ഹാഫും ബി റേസ്റ്റ് n പ്ലസ് 1ലും ബി റേസ്റ്റ് n പ്ലസ് ഹാഫ് ടേക്കിംഗ് ഔട്ട് സൈഡാണ്. ബാക്കി ഇവിടെ ഒരു എ റേസ്റ്റ് ഹാഫ് ഉണ്ടാവും, ബാക്കി ഇവിടെ ഒരു ബി റേസ്റ്റ് ഹാഫ് ഉണ്ടാവും. ഈ സാധനം വെട്ടിപ്പോയി. ഇനി ഈ സാധനം നേരെ അടിക്ക് പോവുക. എ റേസ്റ്റ് ടു n പ്ലസ് ഹാഫ് ബൈ ബി റേസ്റ്റ് ടു n പ്ലസ് ഹാഫ് ഈക്വൽ ടു, ഇവിടെ ഒന്നുമില്ല, 1 ആണ്. ദാറ്റ് ഇംപ്ലൈസ് ഇത് രണ്ടിൻ്റെയും പവർ 1 ആണെങ്കിൽ 8ാം ക്ലാസ് പഠിച്ചിട്ട് ഇങ്ങനെ എ ബൈ ബി റേസ് ടു n പ്ലസ് ഹാഫ് എന്ന് എഴുതാം. ദാറ്റ് ഈക്വൽ ടു 1നെ വേണമെങ്കിൽ എന്തും എഴുതാം. അങ്ങനെ എഴുതി. സർ 1ന് എന്താ സർ അങ്ങനെ എഴുതിയത്? എനി നമ്പർ റേസ് 0 1 ആയതുകൊണ്ട് എ ബൈ ബി റേസ് 0യും 1 ആണ്, അതുകൊണ്ട് ഞാൻ 1നെ എ ബൈ ബി റേസ് 0 എന്ന് എഴുതി. എന്തിനാ അങ്ങനെ എഴുതിയ? ബേസ് ഈക്വൽ ആയാൽ പവർ ഈക്വൽ ആണ്. ദെർഫോർ കൺക്ലൂഷൻ പറയാൻ പോവാണ്, ബേസ് ഈക്വൽ ആണ്, അതുകൊണ്ട് പവർ ഈക്വൽ ആണ്. n പ്ലസ് ഹാഫ് ഈക്വൽ ടു പവർ ഈക്വൽ ആണ്, 0 ആണ്. ദെർഫോർ n ഈസ് ഈക്വൽ ടു -1/2 ആണ്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ 2 ക്വസ്റ്റ്യനും മിക്കവാറും ഇത് രണ്ടിലും ഒന്ന് എന്തായാലും മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If pth, qth, rth term of a GP are ABC, a comma B comma C, then show that. ഈ സാധനം നമുക്ക് ആദ്യം തന്ന ഡാറ്റ ഒന്ന് എഴുതി നോക്കാം. എപ്പോഴും അരിത്തമെറ്റിക് സീക്വൻസ് ആയാലും ജോമെട്രിക്കൽ സീക്വൻസ് ആയാലും തന്ന ഡാറ്റയിൽ നിന്നാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 14ാമത്തെ ആൻസർ ചെയ്യാൻ പോവാണ്. pth ടേമിനെ AR റേസ് ടു P-1 എന്ന് എഴുതും. ദാറ്റ് ഈക്വൽ ടു കുട്ടി എഴുതേണ്ടത് A എന്നാണ്. അവിടെയാണ് അടുത്ത തെറ്റ്. വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ABC എന്ന് ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ഫോമിൽ AR റേസ് ടു n-1 എന്നതിൽ ശ്രദ്ധിക്കണം. ഞാൻ സ്മോൾ ലെറ്റർ എഴുതാൻ പാടില്ല, ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. അതാണ് ഒരു മെയിൻ സാധനം. ഒരക്ഷരം ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. pth ടേം ആണ് A, പിന്നെ എങ്ങനെയാണ് ഫസ്റ്റ് ടേമിന് A കൊടുക്കുക? അതുപോലെ rth ടേം അവിടെ R ഉണ്ട്, അപ്പോൾ R ഉപയോഗിക്കാൻ പാടില്ല, ക്യാപിറ്റൽ R ഉപയോഗിക്കണം. ഇതാണ് ഈ ക്വസ്റ്റ്യനിലെ മെയിൻ പ്രോബ്ലം. കഴിഞ്ഞു, ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ദാറ്റ് ഈക്വൽ ടു A ആണ്. qth ടേമിന് നമ്മൾ എന്തെഴുതും? AR റേസ് ടു Q-1 ദാറ്റ് ഈക്വൽ ടു B എന്ന് എഴുതും. അതുപോലെ AR റേസ് ടു rth ടേമിനെ സ്മോൾ r-1 ദാറ്റ് ഈക്വൽ ടു C എന്ന് എഴുതും. എനിക്ക് കാണേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ദിസ് ഈക്വൽ ടു 1 പ്രൂവ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഈക്വൽ ടു പറ A റേസ് ടു Q-R B റേസ് ടു R-P C റേസ് ടു P-Q ദാറ്റ് ഈക്വൽ ടു A. എൻ്റെ സ്മോൾ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ AR റേസ് ടു P-1 ഓൾ റേസ് ടു Q-R ഇൻറ്റു എൻ്റെ B എന്ന് പറഞ്ഞാൽ AR റേസ് ടു Q-1 ആണ്. AR റേസ് ടു Q-1 ഓൾ റേസ് ടു R-P. അടുത്തത് എൻ്റെ C എന്ന് പറഞ്ഞാൽ AR റേസ് ടു സ്മോൾ r-1 റേസ് ടു P-Q. കഴിഞ്ഞുട്ടാ, മെയിൻ പരിപാടി കഴിഞ്ഞുട്ടാ, മെയിൻ പ്രശ്നം തീർന്നുട്ടാ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇയാൾക്കും ഈ പവർ ഉണ്ട്, ഇയാൾക്കും ഈ പവർ ഉണ്ട്. ഞാൻ ആദ്യം ഇയാൾക്ക് കൊടുക്കുകയാണ്, എക്ക് കൊടുക്കുകയാണ്. എക്ക് പവർ കൊടുക്കുമ്പോൾ A റേസ് ടു Q-R. ഇവിടെയും A റേസ് ടു R-P. എക്കൊക്കെ കൊടുത്ത ഇവിടെയും A റേസ് ടു P-Q. എല്ലാവർക്കും എക്കുള്ള പവർ ഓരി വെച്ച് കൊടുത്തു. ഇനി സിക്കുള്ള പവറാണ്, ഇനി ആറുള്ള പവറാണ് R റേസ് ടു ഇങ്ങനെയാണ് പവർ MN ഞാൻ പൊളിച്ചെഴുതാണ്. PQ മൈനസ് PR മൈനസ് Q പ്ലസ് R. ഇതിങ്ങനെ ഗുണിക്കുമ്പോൾ PQ മൈനസ് PR മൈനസ് Q പ്ലസ് R. അടുത്തത് R റേസ് ടു QR മൈനസ് QP മൈനസ് R പ്ലസ് P. R റേസ് ടു ഇതാ RP മൈനസ് RQ മൈനസ് P
പ്ലസ് ക്യൂ. ഇതിൻ്റെയൊക്കെ ബേസ് ഈക്വൽ ആണെങ്കിൽ പവർ നമുക്ക് ഇങ്ങനെ എഴുതാം, അടുപ്പിച്ച് എഴുതാം. ക്യൂ മൈനസ് ആർ പ്ലസ് ആർ മൈനസ് പി പ്ലസ് പി മൈനസ് ക്യൂ. അങ്ങനെയാണെന്ന് വെച്ചാൽ ബേസ് ഈക്വൽ ആണെങ്കിൽ പവറൊക്കെ പിടിച്ച് കൂട്ടാം. ഇവിടെ ബേസ് ഈക്വൽ ആണ്, എല്ലാം ബേസ് ആറാണ്. ഇതിങ്ങനെ അടുപ്പിച്ച് എഴുതുക. പി ക്യൂ മൈനസ് പി ആർ അങ്ങനെ അങ്ങനെ നിങ്ങൾ അടുപ്പിച്ച് എഴുതും കേട്ടോ. ഇത് മൈനസ് ആറും പ്ലസ് ആറും വെട്ടി മൈനസ് പിയും പ്ലസ് പിയും വെട്ടി മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും വെട്ടി ദാറ്റ് ഈക്വൽ ടു എ റേസ് ടു 0 എന്ന് കിട്ടി. ഇവിടെ നിങ്ങളൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ എഴുതുമ്പോൾ ഈ പ്ലസ് പി ക്യൂവും മൈനസ് പി ക്യൂവും വെട്ടി അങ്ങനെ എല്ലാം വെട്ടിയിട്ട് അതും ആർ റേസ് ടു 0 കിട്ടും. വെറുതെ ചെയ്ത് സമയം കളയണ്ട. എ റേസ് 0 1 ആണ്. 1 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കും. If A, B, C are in GP, A, B, C are GP ആണ്. എന്താ കണ്ടീഷൻ മക്കളെ? B സ്ക്വയർ ഈക്വൽ ടു AC എന്നാണ് കണ്ടീഷൻ. ഒരു മാർക്ക് കിട്ടി. ആൻഡ് A raised to 1/x ഈക്വൽ ടു B raised to 1/y ഈക്വൽ ടു C raised to 1/z. ഇത് മൂന്നും ഈക്വൽ ആണ്. അത് മൂന്നും ഈക്വൽ ആണ്. ഞാനിങ്ങനെ എഴുതി A raised to 1/x B raised to 1/y ഈക്വൽ ടു C raised to 1/z. അതെന്തിന് ഈക്വൽ ആണെന്ന് എഴുതി? ഞാൻ വെറുതെ കേക്ക് ഈക്വൽ ആണെന്ന് എഴുതി. That means A raised to 1/x that equal to k ആണ്. That implies A equal to k raised to x ആണ്. വളരെ ശ്രദ്ധിക്കണം. ഇത് A raised to 1/x equal to k ആണെങ്കിൽ ഇതിൻ്റെ പവറിൽ ഒരു എക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പവറിൽ എക്സ് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വെട്ടിപ്പോകുമ്പോൾ mn ചെയ്യുമ്പോൾ എക്സ് എ ആയിട്ട് മാറും. ദാറ്റ് ഇംപ്ലൈസ് A equal to k raised to x എന്ന് കിട്ടും. സിമിലർലി B raised to 1/y equal to k കൊടുക്കുമ്പോൾ പവറിൽ ഇതുപോലെ y കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ B ഈക്വൽ ടു കെ റേസ് ടു വൈ കിട്ടും. സിമിലർലി C ഈക്വൽ ടു കെ റേസ് ടു സെഡ് കിട്ടും. ഇതാണല്ലോ ഇക്വേഷൻ നമ്പർ 1. കാരണം എ ബി സി ആർ ഇൻ ജി പി. ദാറ്റ് മീൻസ് ബി സ്ക്വയർ ഈക്വൽ ടു എ സി ആണ്. അതിൽ കൊണ്ടേ കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് ബി സ്ക്വയർ ഈക്വൽ ടു എ സി കെ റേസ് ടു വൈ ഓൾ സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു എ സി കെ റേസ് ടു എക്സ് ഇൻറ്റു കെ റേസ് ടു സെഡ്. ഇത് കെ റേസ് ടു 2y എന്നാണ് വരിക. കെ റേസ് ടു 2y ദാറ്റ് ഈക്വൽ ടു ഇത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എ റേസ് ടു എം പ്ലസ് എന്നാ കിട്ടുക. എക്സ് പ്ലസ് സെഡ് ആ കിട്ടുക. ബേസ് ഈക്വൽ ആണെങ്കിൽ പവർ ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് 2y ഈക്വൽ ടു എക്സ് പ്ലസ് സെഡ് ആണ്. ദാറ്റ് ഇംപ്ലൈസ് y ഈക്വൽ ടു എക്സ് പ്ലസ് സെഡ് ബൈ 2 ആണ്. ഇതാണ് ജി പിയുടെ കണ്ടീഷൻ. സോറി എ പിയുടെ കണ്ടീഷൻ. A, B, C are in AP, therefore B equal to A plus C by 2 എന്നാണ്. X, Y, Z are in AP, then y equal to x plus z by 2 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ രണ്ടും ചെയ്യുന്നത്. വളരെ നല്ല ക്വസ്റ്റ്യനാണ് രണ്ടും. കുറച്ചൊരു ടഫ് ആണെങ്കിലും നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ജി പിയിലെ കുറച്ച് ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഫൈൻഡ് സം ടു n ടേംസ് ഓഫ് ദി സീക്വൻസ് എക്സ് ക്യൂബ് എക്സ് റേസ് ടു 5 എക്സ് റേസ് ടു 7 ആണ്. ജി പി ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ഐഡിയ എനിക്കറിയാം. സെക്കൻഡ് ബൈ ഫസ്റ്റ് ചെയ്താലും തേർഡ് ബൈ സെക്കൻഡ് ചെയ്താലും ഒരേ ആൻസർ കിട്ടണം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ എ പിയിലെ എൻ്റെ ജി പിയിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞത് എ എന്ന് പറഞ്ഞത് എക്സ് ക്യൂബാണ്. എൻ്റെ ജി പിയിലെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് സെക്കൻഡ് ബൈ ഫസ്റ്റ് ആണ്. അത് എക്സ് സ്ക്വയർ ആണ്. നമുക്കറിയാം എല്ലാവരുടെയും സൈൻ ഒരേപോലെയാണെങ്കിൽ കോമൺ റേഷ്യോ പോസിറ്റീവും ഓൾട്ടർനേറ്റീവായി ചിഹ്നം മാറുമ്പോൾ മാത്രം കോമൺ റേഷ്യോ നെഗറ്റീവുമായിരിക്കും. ഇത് കോമൺ റേഷ്യോ പോസിറ്റീവ് ഉണ്ടാവുക. ഫൈൻ സം ടു n ടേംസ് എന്നാണ് ക്വസ്റ്റ്യൻ. സം ടു n ടേംസ് എസ് എൻ കാണുന്ന ഫോർമുല എ ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1 ബൈ ആർ മൈനസ് 1 ആണ്. തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. കോമൺ റേഷ്യോ ഒന്നിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് നമുക്കറിയാത്തതുകൊണ്ട് രണ്ട് ഫോർമുലയും ഇവിടെ സൂട്ടാണ്. ദാറ്റ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബാണ്. ആർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഓൾ റേസ് ടു n മൈനസ് 1 ബൈ ആർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. ഇത് ഭംഗിയാക്കുമ്പോൾ എക്സ് ക്യൂബ് ഇൻറ്റു ഇവിടെ എക്സ് റേസ്ഡ് ടു n മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. അത് പ്രത്യേകിച്ച് ഭംഗിയാക്കാനൊന്നും പറ്റൂല. അത് അങ്ങനെ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. Find sum of the first 3 terms of a GP is 36 and sum of the next 3 terms is 128. Find GP അല്ലെങ്കിൽ ഫോം GP അല്ലെങ്കിൽ ഫൈൻ ഫസ്റ്റ് ഡിമാൻഡ് കോമൺ റേഷ്യോ അല്ലെങ്കിൽ ഫൈൻ 10th ടേം എന്ത് ചോദിക്കാം. തന്ന കാര്യം എഴുതാം.
അപ്പോൾ ജി പി ആദ്യത്തെ 3 പേരാണ്. ആദ്യത്തെ 3 പേരുടെ സം 36. അപ്പോൾ ലെറ്റ് ദ ടേംസ് ബി. അങ്ങനെ ചോദിക്കുമ്പോൾ 3 കോൺസിക്യൂട്ടീവ് ടേംസ് ചോദിക്കുമ്പോൾ A/R A/AR എന്നാണ് എഴുതുക. ഫസ്റ്റ് 3 ടേംസ് എടുക്കുമ്പോൾ കോൺസിക്യൂട്ടീവ് എന്ന വാക്കൊന്നുമില്ല. ഫസ്റ്റ് ലെറ്റ് ദ ടേംസ് ബി A, AR, AR സ്ക്വയർ. എപ്പോഴാണ് A/R A/AR എടുക്കാന്ന് ചോദിച്ചാൽ പ്രോഡക്റ്റ് ഓഫ് 3 ടേംസ് എന്ന വാക്ക് ആ ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് A/R A/AR എടുക്കുള്ളൂ. ബാക്കി ഏത് ടൈപ്പ് ക്വസ്റ്റ്യനിലും A/AR AR സ്ക്വയർ. ഫസ്റ്റ് ടൈം A, സെക്കൻഡ് ടൈം AR, തേർഡ് AR സ്ക്വയർ. സം ഓഫ് 3 ടേംസ് ഈസ് എന്താ ഉദ്ദേശിച്ചത്? A പ്ലസ് AR പ്ലസ് AR സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ആണ്. അതിൽ A ടേക്കിംഗ് ഔട്ട് സൈഡ്, ബാക്കി 1 പ്ലസ് R സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു 16 ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. സം ഓഫ് ദി നെക്സ്റ്റ് 3 ടേംസ് ആരാ? നെക്സ്റ്റ് 3 ടേംസ് ആരാ? AR സ്ക്വയർ കഴിഞ്ഞാൽ പിന്നെ ആരാ? AR ക്യൂബ്, AR റേസ്ഡ് 4, AR റേസ്ഡ് 5. ഇതാണ് നെക്സ്റ്റ് 3 ടേംസ്. സം ഓഫ് ദി നെക്സ്റ്റ് 3 ടേംസ് ദാറ്റ് മീൻസ് AR ക്യൂബ് പ്ലസ് AR റേസ്ഡ് 5 പ്ലസ് 4 പ്ലസ് AR റേസ്ഡ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 128. അതാണ് സം ഓഫ് ദി നെക്സ്റ്റ് 3 ടേംസ്. നെക്സ്റ്റ് 3 ടേംസ്. ഇതിൽ A കോമൺ എടുത്ത പോലെ ഇതിൽ കോമൺ എടുക്കാൻ പറ്റുന്ന സാധനമാണ് AR ക്യൂബ്. AR ക്യൂബ് ടേക്കിംഗ് ഔട്ട് സൈഡ്, ബാക്കി ഇവിടെ AR ക്യൂബ് എടുത്താൽ 1 പ്ലസ് ഇവിടെ 6 ബാക്കി ഉണ്ടാവും, R സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 128 ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ദെൻ ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്ത് നോക്കുക. എപ്പോഴും ജി പിയിൽ ഡിവിഷനാണ് നടത്തുക. AP ആകുമ്പം സബ്ട്രാക്ഷൻ നടത്തുക. 2 by 1 ഞാൻ സ്റ്റെപ്പ് ചെയ്തില്ല. ദിസ് ബൈ ദിസ് ആ ചെയ്യണം. അപ്പോൾ ഈ AR ക്യൂബ് ബൈ A വരുമ്പോൾ ഈ എയും എയും വെട്ടിപ്പോവും, ബാക്കി R ക്യൂബ് ഉണ്ടാവും. ഇത് A ബൈ ഇത് ചെയ്യുമ്പോൾ അത് വെട്ടിപ്പോവും, R ക്യൂബ് മാത്രം ഉണ്ടാവും. ഇവിടെ 128/16 ഉണ്ടാവും. അത് കറക്റ്റ് 8 ആ കിട്ടുക. R ക്യൂബ് 8 ആണെങ്കിൽ the 4 R is equal to 2 കിട്ടി. R2 കിട്ടി. R2 ഇതിൽ കൊണ്ടേ കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 implies A into 1 plus R. 1 plus 2 plus 2 square 4. അപ്പോൾ 4 6 2 6 6 1 7 A into 7. R2 കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുക. That equal to 16. Therefore A is equal to 16/7. ഈ ജി പി ഫോം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ജി പി ദാറ്റ് മീൻസ് ഫസ്റ്റ് ടൈം പറയും 16/7. കോമൺ റേഷ്യോ പറയും. കോമൺ റേഷ്യോ 2 ആണ്. കോമൺ റേഷ്യോ 2 പറഞ്ഞാൽ 2 കൊണ്ട് ഇൻറ്റു ഇത് പോകണം. ഇത് 32/7 കിട്ടും, 64/7 കിട്ടും. ജി പി ഫോം ചെയ്യുന്നത് അങ്ങനെയാണ്. ആ കോമൺ റേഷ്യോ എന്താണോ അത് ഇൻറ്റു ആയിട്ട് ചെയ്ത് പോവുക. AR സ്ക്വയർ എക്സെട്ര. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് സിഗ്മ K ഈക്വൽ ടു 1 to 10 2 plus 3 raised to K എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കാം. സിഗ്മ K ഈക്വൽ ടു 1 to 10 2 plus 3 raised to K എന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ സിഗ്മ എന്ന ഈ സിമ്പൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ റൈറ്റ് സൈഡ് ഇതുപോലെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ആ ഫംഗ്ഷനിൽ ഇവിടെ പറഞ്ഞ K എന്ന അക്ഷരം ഉണ്ടാവും. അതെവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ K എവിടെയൊക്കെയുണ്ടോ അവിടെ 1 മുതൽ 10 വരെ കൊടുത്ത് കൂട്ടുക എന്നാണ് സിഗ്മയുടെ അർത്ഥം. അപ്പോൾ എന്തായി ക്വസ്റ്റിൻ്റെ മീനിങ്? 2 plus 3 raised to 1 plus 2 plus 3 raised to 2 1 മുതൽ 10 വരെ എക്സെട്ര 2 plus 3 raised to 10. അങ്ങനെ 2 അങ്ങനെ 10 2 ഉണ്ട്. 10 2 കൂട്ടിയാൽ 20 ആണ്. പ്ലസ് അത് കൂട്ടിക്കഴിഞ്ഞു. ബാക്കി ഉള്ളത് 3 raised to 1 പ്ലസ് 3 raised to 2 പ്ലസ് അടുത്ത 3 raised 3 എക്സെട്ര അടുത്ത 3 raised 10 ആണ്. ഇത് കണ്ടാൽ അറിയാം ഇതൊരു ജി പി ആണ്. ഈ ജി പിയുടെ ഫസ്റ്റ് ടേം 3 ആണ്. ആ ജി പിയുടെ കോമൺ റേഷ്യോ 3 ആണ്. സമ്മ കാണുന്ന ഫോർമുല SN ഈക്വൽ ടു A ഇൻറ്റു R raised to n minus 1 by R minus 1 ആണ്. ദാറ്റ് ഈക്വൽ ടു ഇവിടെ 20 വേറെ ബാക്കിയുണ്ട്. A എത്ര? 3 ആണ്. R 3 ആണ്. 3 raised to എത്ര ടേമിനാണ്? 10 ടേമാണല്ലേ. 10 ടേം. അപ്പോൾ n 10 ആണ്. -1 by 3 - 1 ദാറ്റ് ഈക്വൽ ടു. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. 3 raised to 10 വലിയ നമ്പർ ആയതുകൊണ്ട് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ജി പിയുടെ അടുത്ത 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫോർത്ത് ടേം ഓഫ് എ ജി പി സ്ക്വയർ ഓഫ് ദി സെക്കൻഡ് ടേം ആൻഡ് ഫസ്റ്റ് ടേം -3 ഫൈൻഡ് സെവൻത്ത് ടേം എന്നാണ്. ഒരു ജി പിയുടെ ഫോർത്ത് ടേം നമുക്ക് T4 എന്ന് എഴുതാം. സ്ക്വയർ ഓഫ് ദി സെക്കൻഡ് ടേമിന് നമുക്ക് T2 എന്ന് എഴുതാം. ഒരു സ്റ്റെപ്പായി. അപ്പോൾ ഫോർത്ത് ടേം എന്നത് സ്ക്വയർ ഓഫ് ദി സെക്കൻഡ് ടേം എന്ന് കിട്ടി. ഫോർത്ത് ടേമിൻ്റെ ഫോർമുല AR⁻3 ആണ്. സ്ക്വയർ ഓഫ് ദി സെക്കൻഡ് ടേമിൻ്റെ ഫോർമുല AR ആണ്, അതിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദി സെക്കൻഡ് ടേം ആണ്. സെക്കൻഡ് ടേം AR ആണ് കൊടുക്കുക, ഫോർത്ത് ടേം AR³ ആണ് കൊടുക്കുക. ഒന്ന് ഭംഗിയാക്കുമ്പോൾ AR³ ദാറ്റ് ഈസ് ഈക്വൽ ടു A²R² എന്ന് കിട്ടും. ഒരേയും വെട്ടുമ്പോൾ ഇവിടെ ഒരു A ബാക്കി ഉണ്ടാവും. R³ ഇതും വെട്ടുമ്പോൾ ഇവിടെ ഒരു R ബാക്കി ഉണ്ടാവും. അപ്പോൾ R = A എന്ന് കിട്ടി. ഫസ്റ്റ് ടേം -3 ആയതുകൊണ്ട് A = -3 ആയതുകൊണ്ട് R ഉം -3 തന്നെയാണ് കിട്ടിയത്. യു ഹാവ് ടു ഫൈൻഡ് സെവൻത്ത് ടേം. സെവൻത്ത് ടേമിൻ്റെ സിമ്പൽ T7 എന്ന് കൊടുത്തു. അതിൻ്റെ ഫോർമുല AR⁻6 ആണ്. ദാറ്റ് ഈക്വൽ ടു A -3 ആണ്. R ഉം -3 ആണ്, ⁻6 ആണ്. ദാറ്റ് മീൻസ് -3⁻7 ആണ്. 3 × 3 × 3 × അങ്ങനെ 7 പ്രാവശ്യം ഗുണിച്ച് എഴുതിയാൽ മതി. ഉത്തരം മൈനസ് ആണ് ഉണ്ടാവുക. 3⁵5 എനിക്ക് കാണാൻ അറിയാം 243 ആണ്. പിന്നെ ഒരു 3² ബാക്കി ഉണ്ടാവും, അത് 9 ഉണ്ടാവും. അത് നിങ്ങൾ ഇൻറ്റു ചെയ്യും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ GP, സം ഓഫ് ദി ഫസ്റ്റ് 2 ടേംസ് ഈസ് -4. സം ഓഫ് ദി ഫസ്റ്റ് 2 ടേംസ് ഈസ് -4. അപ്പോൾ ഒരു ഉദ്ദേശം T1 + T2 ഈസ് ഈക്വൽ ടു -4. T1 + T2 എന്ന് പറഞ്ഞാൽ T1നെ A എന്നും T2നെ നമ്മൾ AR എന്നും കൊടുക്കും. ദാറ്റ് ഈക്വൽ ടു -4. വേണമെങ്കിൽ ഭംഗിയാക്കാം. A × 1 + R ദാറ്റ് ഈക്വൽ ടു -4. വേണമെങ്കിൽ ആക്കിയാൽ മതി, വേണമെങ്കിൽ എടുത്താൽ മതി. തൽക്കാലം അങ്ങനെ എഴുതി വെക്കാം. ആൻഡ് ഫിഫ്ത്ത് ടേം ഈസ് 4 ടൈംസ് ദ തേർഡ് ടേം. അങ്ങനെയാ സിമ്പിൾ എഴുതുക. ഫിഫ്ത്ത് ടേമിന് T5 എന്ന് എഴുതാം. 4 ടൈംസ് ദ തേർഡ് ടേം T3 എന്ന് എഴുതാം. T5ൻ്റെ ഫോർമുല AR⁻4 ആണ്. ദാറ്റ് ഈക്വൽ ടു 4 ടൈംസ് ഇൻറ്റു AR⁻3 ആണ്. ഫിഫ്ത്ത് ടേം ഈക്വൽ ടു 4 ടൈംസ് ദ തേർഡ് ടേം എന്നാണ്. ഫിഫ്ത്ത് ടേമിന് AR⁻4 എന്നും 4 ടൈംസ് 4 ഇൻറ്റു തേർഡ് ടേമിന് AR² എന്ന് എഴുതാം. ഒരു എയും വെട്ടി. ഇവിടെ R⁻4 ഉം R² വെട്ടിയാൽ R² = 4 കിട്ടും. R = +or-2 ആണ് കിട്ടുക. അപ്പോൾ R+2 വരും, R-2 വരും. R+2 വരുന്ന സമയത്ത് R+2 ആണ് വരുന്നതെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് ഇവിടെ കൊണ്ടേ കൊടുത്താൽ മതി. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് അല്ലെങ്കിൽ ഇവിടെ കൊടുത്താലും മതി. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് A × 1 + R 1 + 2 that equal to -4. Therefore A = -4. ഇത് 3 ഉണ്ടാവുക. -4/3. അങ്ങനെയാകുമ്പോൾ GP എന്ന് പറഞ്ഞത് GP that equal to -4/3. ഇനി 2 ഗുണിച്ച് പോയാൽ മതി. -8/3 -16/3. കോമൺ റേഷ്യോ പോസിറ്റീവ് ആയതുകൊണ്ട് ഒരേ ചിഹ്നമായിരിക്കും ഉണ്ടാവുക. ഇനി R = -2 ആണ് വരുന്നതെങ്കിൽ എൻ്റെ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് പറഞ്ഞോളൂ A × 1 - 2. 1 - 2 പറഞ്ഞാൽ -1 ആണ് വരിക. സ്റ്റെപ്പ് എഴുതാം. 1 - 2 ദാറ്റ് ഈക്വൽ ടു -4. -A = -4. therefore A is equal to 4 ആ വരിക. -A = -4, A = 4 വരും. therefore GP is equal to 4. ഫസ്റ്റ് ടൈം 4 ആണ്, -2 ആണ്, അപ്പോൾ -8 ആണ്. ഓൾട്ടർനേറ്റീവായി ചിഹ്നം മാറുന്ന ഉറപ്പാണ്. +16 ആണ്. അങ്ങനെ ഓൾട്ടർനേറ്റീവായി ചിഹ്നം മാറിക്കൊണ്ടേ പോകും. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് ആൻഡ് nth ടേം ഓഫ് എ GP ആർ A and B. ഒരു GPയുടെ ഫസ്റ്റ് ടേം Aയും nth ടേം Bയും ആണ്. ഞാൻ നേരട്ടെ ഫസ്റ്റ് ടേം A, അപ്പോൾ A തന്നെയാണ് A. ആൻഡ് nth ടേം എന്ന് പറഞ്ഞാൽ TN = B ആണ്. ഫസ്റ്റ് ടേമിന് വേണമെങ്കിൽ T1 എഴുതാം. T1 = A ആണ്. TNന് ഞാൻ ഉപയോഗിക്കുന്ന ഫോർമുല AR⁻n-1 ആണ്. ദാറ്റ് ഈക്വൽ ടു B ആണ്. ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദി
ഫസ്റ്റ് n ടേംസ്, അവിടെയാണ് പ്രശ്നം. പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് n ടേംസ്, അത് ഉദ്ദേശിച്ചത് എന്താ? പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ഈസ് പി. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല. പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ഈസ് പി, ദെൻ ഷോ ദാറ്റ് പി സ്ക്വയർ ഈക്വൽ ടു എ ബി ഓൾറേഷൻ എന്നാണ്. അപ്പോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ആണ്. അത് ഉദ്ദേശിച്ചത് എ ഇൻറ്റു എ ആർ ഇൻറ്റു എ ആർ സ്ക്വയർ ഇൻറ്റു എ ആർ ക്യൂബ് ഇൻറ്റു എക്സെട്ര എ ആർ റേസ് ടു n മൈനസ് 1. ഇതാണല്ലോ പ്രോഡക്റ്റ് ഓഫ് ദി ഫസ്റ്റ് n ടേംസ്. ജി പി എ ആർ സ്ക്വയർ അങ്ങനെയാണല്ലോ പോവുക. അങ്ങനെ n ടേംസ് ഇൻറ്റു ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ കിട്ടുക. അതിൽ എ എ എ എ അങ്ങനെ എത്ര എ ഉണ്ട്? n ടേംസ് എ ഉണ്ട്. അപ്പോൾ 2a ആകുമ്പോൾ എ സ്ക്വയറാ വരിക, 3a ഗുണിക്കുമ്പോൾ എ ക്യൂബാ വരിക, n a ഗുണിക്കുമ്പോൾ എ റേസ് ടു n ആ വരിക. ഇനി ആറിൻ്റെ വർക്കാണ്. ആർ റേസ് ടു 1 ഉണ്ട്, ആർ റേസ് ടു 2 ഉണ്ട്, ആർ റേസ് ടു 3 ഉണ്ട്, എക്സെട്ര ആർ റേസ് ടു n മൈനസ് 1 ഉണ്ട്. റെഡിയാണേ? ദാറ്റ് ഈക്വൽ ടു എ റേസ് ടു n ഇൻറ്റു ഇത് ആർ റേസ് ടു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര n മൈനസ് 1 ആണ്. നിങ്ങൾക്കറിയാം ബേസ് ഈക്വൽ ആണെങ്കിൽ പവർ പിടിച്ച് കൂട്ടുക ചെയ്യുക. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു n ഈക്വൽ ടു എ റേസ് ടു m പ്ലസ് n എന്ന ഐഡിയ. സം ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിൻ്റെ ഫോർമുല n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. സം ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പറാണ്. ഇത് സം ഓഫ് ദി ഫസ്റ്റ് n മൈനസ് 1 നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ n ഉള്ളിടത്ത് n മൈനസ് 1 കൊടുത്താൽ മതി. അപ്പോൾ ഇതാ എ റേസ് ടു n ഇൻറ്റു ആർ റേസ് ടു n ഉള്ളിടത്ത് n മൈനസ് 1. ഇത് n മൈനസ് 1 പ്ലസ് 1, അത് n/2. ദാറ്റ് ഈക്വൽ ടു പി എന്ന് കിട്ടി. എനിക്ക് കാണേണ്ടത് പി സ്ക്വയർ ആണ്. പി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ പിന്നെ ഇതിൻ്റെ സ്ക്വയർ. രണ്ടുപേർക്കും വേറെ വേറെ സ്ക്വയർ കൊടുത്തു. ഈ സ്ക്വയറും വെട്ടിപ്പോകും. അത് എ റേസ് ടു എം ഓൾ റേസ് ടു n ഈക്വൽ ടു എ റേസ് ടു mn എന്ന ഐഡിയ ഉപയോഗിച്ചിട്ട് അതൊന്ന് വൃത്തിയാക്കാൻ പോവാണ്. ദാറ്റ് ഈക്വൽ ടു ഇത് എ റേസ് ടു n ഇവിടെ എഴുതി, അതിലവിടെ എ മാത്രം എഴുതി. അല്ല ശ്രദ്ധിക്കണേ, എ മാത്രം എഴുതി. ബാക്കി ഇതിൽ ഒരു എ പുറത്ത് വെച്ചു. എ റേസ് ടു എന്നിൽ എ റേസ് ടു അവിടെ എഴുതി, ഒരു എ റേസ് ടു ഇവിടെ എഴുതി. എ റേസ് ടു n ഇൻറ്റു എ റേസ് ടു n എഴുതി. ആ എ റേസ് ടു n പല രീതിയിലും ചെയ്യാം. ആ എ റേസ് ടു n ഹോൾ സ്ക്വയറിന് എ റേസ് ടു n ഇൻറ്റു എ റേസ് ടു n എഴുതി. ഇത് ആർ റേസ് ടു n മൈനസ് 1 എന്ന് എഴുതി. ഈ 2 ഇൻറ്റു വെട്ടിന് ശേഷം എല്ലാം ശ്രദ്ധിക്കണേ, ഷോ ദാറ്റ് ആയതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ടീമില്ലേ അതിൽ ഇങ്ങനെ എഴുതി. ആദ്യത്തെ എ റേസ് ടു n അതുപോലെ എഴുതി, ഇതതുപോലെ എഴുതി. ബാക്കി ഈ എ എഴുതി, ആർ റേസ് ടു n മൈനസ് 1 എഴുതി. ഈ എ എഴുതി, ആർ റേസ് ടു n മൈനസ് 1 എഴുതി. ഇനി ഇവിടെ ഒരു n എഴുതാണ്ട് ഇവിടെ n എഴുതാണ്ട് അത് കോമൺ ആയിട്ട് ഒറ്റ n എഴുതി. അതാണ് മെയിൻ സ്റ്റെപ്പ്. ദാറ്റ് ഈക്വൽ ടു എ റേസ് ടു n ഇൻറ്റു ഇതാണോ നമ്മുടെ ബി? എന്താ ബി ഉണ്ടാ? ബി ഈക്വൽ ടു എ ആർ റേസ് ടു n മൈനസ് 1 ആണ്. അപ്പോൾ അത് ബി റേസ് ടു n ആണ് വരിക. ദാറ്റ് ഈക്വൽ ടു പി സ്ക്വയർ എന്ന് കിട്ടി. പി സ്ക്വയർ ഈക്വൽ ടു എ റേസ് ടു n ബി റേസ് ടു n. ഒന്നുകൂടി വൃത്തിയാക്കിയതാ. ദെർഫോർ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി ഓൾ റേസ് ടു n എന്ന് കിട്ടി. എ ബി ഓൾ റേസ് ടു n ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റെപ്പ് എ റേസ് ടു n ഓൾ സ്ക്വയർ എ റേസ് ടു n ഇൻറ്റു എ റേസ് ടു n എഴുതി. ഇതതുപോലെ എഴുതി വെച്ചു. ഇതിൽ രണ്ടിലും പവർ n ഒറ്റൊന്നാക്കി എഴുതി. അപ്പോൾ അത് ബി റേസ് ടു n ആയിട്ടാണ് കിട്ടുക. ഇതാ ബി എന്ന് പറഞ്ഞാൽ എ ആർ റേസ് ടു n മൈനസ് 1 ആണ്. എൻ്റെ ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. ദ ഫസ്റ്റ് ടേം ഓഫ് എ ജി പി ഈസ് ഈക്വൽ ടു 1. സം ഓഫ് ദി തേർഡ് ആൻഡ് T3 ആൻഡ് T5 ദാറ്റ് ഈക്വൽ ടു 19 ആണ്. T3യുടെ ഫോർമുല എ ആർ സ്ക്വയർ എന്നും T5ൻ്റെ ഫോർമുല എ ആർ റേസ് ടു 4 എന്നുമാണ്. ദാറ്റ് ഈക്വൽ ടു 19 കിട്ടി. എയുടെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ഇത് ആർ സ്ക്വയറും ഇത് ആർ റേസ് ടു 4 ഈക്വൽ ടു 19 കിട്ടും. ഇതൊന്ന് ഭംഗിയാക്കി എഴുതുമ്പോൾ ആർ റേസ് ടു 4 പ്ലസ് ആർ സ്ക്വയർ മൈനസ് 90 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതൊരു 4th ഡിഗ്രി ഇക്വേഷനാണ്. 4th ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐഡിയ ഇതാണ്. ആർ സ്ക്വയറിന് എക്സ് കൊടുക്കുക,
അപ്പോൾ r⁴ എന്താവും x² ആവും. അതാണ് 4th ഡിഗ്രി ചെയ്യാനുള്ള ഐഡിയ. അപ്പോൾ r⁴ x² കിട്ടും. അപ്പോൾ x² പ്ലസ് എക്സ് മൈനസ് 90 ഈക്വൽ ടു 0. ഒന്നുകിൽ ഫാക്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ -b + or - ചെയ്യുക, എങ്ങനെയും ചെയ്യാം. ഞാൻ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. 90 കിട്ടുന്ന സംഖ്യ 10ഉം 9ഉം ആണ്. +10 4 ഗുണിച്ചാൽ -90 കിട്ടുകയും വേണം, കൂട്ടിയാൽ +1 കിട്ടണം. അപ്പം അങ്ങനെ കിട്ടുക. രണ്ട് സൊല്യൂഷൻ, ഒന്ന് x + 10 ഈക്വൽ ടു 0, ഒന്ന് x - 9 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് x ഈക്വൽ ടു -10 ഒരു ഉത്തരം, x ഈസ് ഈക്വൽ ടു 9 സെക്കൻഡ് ഉത്തരം. x 9 ആകുമ്പോൾ x മീൻസ് r² ആണ്. അപ്പോൾ r² ഈക്വൽ ടു 9 കിട്ടി. r ഈസ് ഈക്വൽ ടു +or -3 കിട്ടി. ഇപ്പോഴും +or -3 ഉണ്ടാവും, ശ്രദ്ധിക്കണം. ഇതാണ് ഒരു ഉത്തരം. രണ്ട് കോമൺ റേഷ്യോ കിട്ടി. ഇനി x ഈക്വൽ ടു -10 ആകുമ്പോൾ r² ഈക്വൽ ടു -10. ദാറ്റ് മീൻസ് r ഈസ് ഈക്വൽ ടു √10 ആണ് വരിക. ദാറ്റ്സ് എ കോംപ്ലക്സ് നമ്പർ. √10 ഇമാജിനറി നമ്പർ ആണ്. കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ മാത്രമേ കോംപ്ലക്സ് നമ്പർ എടുക്കുള്ളൂ. ബാക്കിയൊക്കെ നോട്ട് പോസിബിൾ എന്ന് എഴുതാ ചെയ്യുക. ദെർഫോർ r ഈക്വൽ ടു -10 അല്ലെങ്കിൽ x ഈക്വൽ ടു -10 ഈസ് നോട്ട് പോസിബിൾ. എൻ്റെ ക്വസ്റ്റ്യൻ ഫൈൻഡ് കോമൺ റേഷ്യോ എന്നാണ്. കോമൺ റേഷ്യോ ദ ആൻസർ ഈസ് +or -3 ആണ്. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞ് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ദ സം ഓഫ് ദി സം ടേംസ് ഓഫ് എ GP ഈസ് 315. ഒരു GPയുടെ കുറച്ച് പേരെ പിടിച്ച് കൂട്ടിയപ്പോൾ 315 കിട്ടി. ഫസ്റ്റ് ടേം 5, കോമൺ റേഷ്യോ 2, ഫൈൻഡ് ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം ആൻഡ് നമ്പർ ഓഫ് ടേംസ് എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ GPയുടെ ഫസ്റ്റ് ടേം എഴുതി. GPയുടെ ഫസ്റ്റ് ടേം തന്നിരിക്കുന്നു 5, കോമൺ റേഷ്യോ തന്നിരിക്കുന്നു 2, കോമൺ റേഷ്യോ 1നേക്കാൾ കൂടുതലാണ്. സം തന്നിരിക്കുന്നു, കുറച്ച് പേരുടെ സം SN തന്നിരിക്കുന്നു 315 ആണ്. 315 A × r⁻n - 1/r-1 ദാറ്റ് ഈക്വൽ ടു 315. അവർ സം ഓഫ് ദി സം ടേംസ്, കുറച്ച് പേര് സം തന്നിരിക്കുന്നു. കോമൺ റേഷ്യോ 1നേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഈ ഫോർമുല ഉപയോഗിച്ചത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 5 × 2⁻n - 1/2 - 1 ദാറ്റ് ഈക്വൽ ടു 315 ആണ്. 2⁻n - 1 ഈക്വൽ ടു 315 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് 66 5 30 63 കിട്ടുക. ഇപ്പോൾ 2⁻n ദാറ്റ് ഈസ് ഈക്വൽ ടു 63 1 64 ആണ്. 2⁻n 64 ആണ്. 2⁻n ദാറ്റ് ഈക്വൽ ടു ഇത് 2�6 ആണ്. 2�6 ആണ് ഓർ -2�6 ആണ്. വേണ്ട, നമുക്ക് 2 ആക്കേണ്ടത്. പവർ 2�6 ആണ്. അപ്പോൾ ദഫോർ n ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. 2�6 ആണ് 64. അപ്പോൾ n ഈക്വൽ ടു 6 കിട്ടി. നമ്പർ ഓഫ് ടേംസ് കിട്ടി. ലാസ്റ്റ് ടേം ആണ് കാണാൻ പറഞ്ഞത്. ലാസ്റ്റ് ടേം മീൻസ് ഇതിൽ ആകെ n 6 ആണെങ്കിൽ ആകെ 6 പേരുള്ളൂ. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് 6 ടേം, A6. അതാണ് ലാസ്റ്റ് ടേം. അപ്പോൾ ലാസ്റ്റ് ടേം ഈസ് ഈക്വൽ 6 ടേം. ലാസ്റ്റ് ടേം ദാറ്റ് ഈക്വൽ ടു 6 ടേം കാണുന്ന ഫോർമുല AR⁵5 ആണ്. A എന്ന് പറഞ്ഞാൽ 5 ആണ്. R എന്ന് പറഞ്ഞാൽ 2⁵5 ആണ്. അപ്പോൾ 63 + 1 64 ആണ്. 2�6 ആണ്. അപ്പോൾ ബേസ് ഈക്വൽ ആയതുകൊണ്ട് പവർ ഈക്വൽ ആണ്. 6 കിട്ടി. അപ്പോൾ അവസാനത്തെ വരെ കാണാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആറാമനെയാണ് കാണേണ്ടത്. ആറാമൻ്റെ ഫോർമുല AR⁵5 ആണ്. GP ആയതുകൊണ്ട് 5 × ഇത് 32 ആണ്. 160 കിട്ടും. ഹൗ മെനി ടേംസ് ഓഫ് ദി GP 3 3² 3³ ആർ നീഡഡ് ടു ഗെറ്റ് സം 120? എത്ര പേരെ പിടിച്ച് കൂട്ടിയാലാണ് 120 കൂട്ടിയാൽ കിട്ടുക? എന്തായാലും GP തന്നതുകൊണ്ട് തൽക്കാലം നമ്മൾ തന്ന കാര്യങ്ങൾ എഴുതുന്നു. A ഫസ്റ്റ് ടേം 3, കോമൺ റേഷ്യോ 3, ഒരു മാർക്ക് കിട്ടി. സം 120 ആണ്. അപ്പോൾ SN ആണ് 120. ഏത് ഫോമിൽ ഉപയോഗിക്കുക? കോമൺ റേഷ്യോ 1നേക്കാൾ കൂടുതലാണ്. അപ്പോൾ A × r⁻n - 1/r-1 ദാറ്റ് ഈക്വൽ ടു 120. A എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 × 3⁻n - 1/3 - 2 ആണ്. ദാറ്റ് ഈക്വൽ ടു 120 ആണ്. ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ 3യും ഇതും വെട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് 40 പ്രാവശ്യം പോകും. 3 40 120 ആണ്. ഈ രണ്ട് ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ 80 ആവും. അപ്പോൾ 3⁻⁻ - 1 ദാറ്റ് ഈക്വൽ ടു 80 ആണ്. 3⁻n ദാറ്റ് ഈക്വൽ ടു 81 ആണ്.
81 എന്ന് പറഞ്ഞാൽ 3⁴ ആണ്. 3 സ്ക്വയർ 9, 9 9 81. ബേസ് ഈക്വലാണ്, ദെർഫോർ പവർ ഈക്വലാണ് n = 4. അപ്പോൾ ഹൗ മെനി ടേംസ് ഓഫ് ദി ജി പി? എത്ര പേരെ പിടിച്ച് കൂട്ടിയാലാണ് 120 കിട്ടുക? ഈ ജി പിയിൽ 4 പേരെ പിടിച്ച് കൂട്ടിയാലാണ് ജി പി 120 കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ എന്ന പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു. ബൈ, ഓൾ ദി ബെസ്റ്റ്.